السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഭാഗം 14. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രസിദ്ധ സ്വഹാബി വര്യനാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുകയാണ്, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രാത്രി പാർക്കും. ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിദ്മത്തിന് വേണ്ടി മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു പകൽ മുഴുവനും ഏകദേശം സമയങ്ങളും നബി തങ്ങളുടെ പിന്നാലെ കൂടും. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാൻ. അതുപോലെ അഹ്ലുസ്സുഫ, ആ സുഫത്തിൻ്റെ അഹ്ലുകാർ അഥവാ മദീനയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആ സുഫ എന്ന് പറയുന്ന ആ കോലായിൽ അഥവാ അഹ്ലുസ്സുഫത്തി എന്ന് പറയുന്ന ആ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു. ആ മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിദ്മത്തിന് വേണ്ടി എപ്പോഴും തയ്യാറാകുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പകൽ സമയം അതുപോലെ രാത്രി സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പോയാൽ നബി തങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ ഇരുന്ന് കാത്തു നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി സമയത്ത് തഹജ്ജുദിന് എണീക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളപാത്രവുമായി തയ്യാറായി നിൽക്കുന്ന ഒരു സ്വഹാബിയാണ്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെള്ളം കൊടുക്കാൻ വേണ്ടി വുളു എടുക്കുന്ന വെള്ളവും അതുപോലെ നബി തങ്ങളുടെ ഖളാഉൽ ഹാജത്ത് വാഷ്റൂമിന് പോകാനുള്ള വെള്ളവും അതിനുവേണ്ടി ഞാൻ ആ വെള്ളവുമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ സമയത്ത്, രാത്രി സമയത്ത് ഞാനിങ്ങനെ വെള്ളപ്പാത്രവുമായി കാത്തു നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സ്നേഹത്തോടുകൂടി ആ റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സൽ യാ റബീഅ, റബീഅ ഈ സമയത്ത് നിനക്ക് എന്ത് വേണോ അത് ചോദിച്ചോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എത്ര നല്ലൊരു അവസരമാണ്. നമ്മെ പോലത്തെ ആളുകൾ പലപ്പോഴും ദുനിയാവ് ചോദിക്കും. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു ആ നല്ല സന്ദർഭത്തെ തക്കതായ നിലക്ക് ഉപയോഗിച്ചു. മഹാനവർകൾ ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഓ നബിയേ, തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ താമസിക്കുക, തങ്ങളുടെ കൂടെ തന്നെ സ്വർഗത്തിൽ താമസിക്കാനുള്ള ആ വലിയ ഭാഗ്യം തങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. സ്വർഗം മാത്രമല്ല, സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ തങ്ങളോട് കാര്യം ചോദിച്ചാൽ അത് ഇല്ല എന്ന് പറയുന്ന സ്വഭാവമേ ഇല്ല. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹൂദിഹി ലൗലാ തശഹൂദുഹു ലകാന ലാ നഅം എന്നൊരു കവി പാടിയതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് ഇല്ല എന്നുള്ളൊരു വാക്കില്ല. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്നുള്ള ആ ഇല്ലയല്ലാതെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുകയില്ല. നബി തങ്ങളോട് എന്ത് ചോദിച്ചാലും ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ഉള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ തരൂല, എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു വാക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ വന്നിട്ടേയില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ, വഅമ്മസ്സായില ഫലാ തൻഹർ. ഖുർആനിൽ പറയുകയാണ്, ചോദിച്ചാൽ മടക്കരുത് എന്നുള്ള ആ ഖുർആനിന്റെ വാക്യത്തെ, ഖുർആനിന്റെ നിർദ്ദേശത്തെ അപ്പടി അത് അക്ഷരാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആര് ചോദിച്ചാലും ഇല്ല എന്നുള്ളൊരു വിഷയം തങ്ങളുടെ അടുത്തില്ല. അതുകൊണ്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ തങ്ങളെ കൂടെ കൂടാൻ എനിക്ക് ചാൻസ് തരണം നബിയേ എന്ന് പറഞ്ഞപ്പോ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, സ്വർഗത്തിന്റെ ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണ് എന്ന്
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പ്രഖ്യാപിച്ചതല്ലേ. അപ്പം അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ആ ഉദ്ഘാടനം ചെയ്യുന്ന ആളും സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ എടുത്തു കൊടുക്കാനുള്ള ആ ശക്തിയും ആ തൗഫീഖും അവസരവും ആ അർഹതയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തതുകൊണ്ട് തങ്ങളോട് റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അസ്അലുക മുറാഫഖതക ബിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മറുപടിയായി പറയുന്നത്, ഒന്നും ഇയാളെ പരിശോധിക്കാൻ വേണ്ടി അവ ഗൈറ ദാലിക, അതല്ലാതെ വേറെന്തും ചോദിക്കാനില്ലേ എന്ന് ചോദിച്ചു. ഇതൊന്നും ഉറപ്പാവണല്ലേ. കാരണം പലപ്പോഴും പല ആളുകളും പറയലുണ്ട്, എന്ത് ഈമാൻ സലാമത്താവാൻ ദ്വാരക്കണോ എന്നൊക്കെ പറയും. പറഞ്ഞിട്ട് ചെയ്യുന്നത് ഡോങ്കിയാണ്. ഞാൻ ചെയ്യുന്നത് ഡോങ്കിയല്ല, വഞ്ചനയല്ല, ചതിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പലപ്പോഴും നല്ലതിൻ്റെ മറവിൽ ബടക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ സ്വർഗത്തിൽ ഉന്നത പദവി ചോദിക്കുന്നത് അത് യാഥാർത്ഥ്യമാണോ? സഹാബത്ത് പിന്നെ അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം ഒന്ന് മനസ്സിൽ ഒന്ന് പുറത്തു വെക്കുന്ന ആളുകളല്ല. എന്നാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം അറിയട്ടെ സഹാബത്തിന്റെ യാഥാർത്ഥ്യം എന്ന് അറിയിക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന അവ ഗൈറദാക, ഇതല്ലാത്ത വേറെന്തുണ്ടോ? ആ സമയത്ത് അയാൾ പിന്നെയും പറയുന്നത്, ഇല്ല, ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഖുൽതു ഹുവ ദാക, അത് തന്നെയാണ് നബിയെ എനിക്ക് ചോദിക്കാനുള്ള, മറ്റൊന്നും എനിക്ക് വേണ്ട. അതിനുവേണ്ടി മാത്രമാണ് തങ്ങളുടെ ഖിദ്മത്ത് ഞാൻ ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും വലിയ വലിയ ആലിമീങ്ങളുടെയും വലിയ വലിയ സാദാത്തുകളുടെയും തങ്ങന്മാരുടെയും ആലിമീങ്ങളുടെയും ഉസ്താദുമാരുടെയും ഖിദ്മത്ത് എടുക്കുന്ന പല ഖാദിമീങ്ങളെയും ഞങ്ങൾക്ക് കാണാം. ആ ഖാദിമീങ്ങളുടെ സ്വഭാവം എന്താണ്? സുബ്ഹാനല്ലാഹ്, അവർ ഖിദ്മത്ത് എടുക്കുന്നത് തന്നെ അവരുടെ ദുനിയാവിൻ്റെ ലാഭത്തിന് വേണ്ടി, ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി. ദുനിയാവിൽ അവർക്ക് പേര് കിട്ടണോ, അതുപോലെ അവരുടെ ദുനിയാവിൻ്റെ കാര്യലാഭത്തിന് വേണ്ടി മാത്രം ഖിദ്മത്ത് എടുക്കുന്ന, അതുകൊണ്ടാണ് പലപ്പോഴും അതിൽ ചതി കാണിക്കുന്നത്. പലപ്പോഴും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് തങ്ങളെ കൊണ്ടുപോകും, അല്ലാത്ത ആളുകളിലത്തെ തങ്ങളെ മുടക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഖ്ലാസ് ഇല്ലാത്ത ഖാദിമീങ്ങളുടെ സ്വഭാവമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്ത് എടുക്കാൻ അദ്ദേഹം വന്നത് തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടിയാണ്, തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഹുവദാക, അതല്ലാത്ത എനിക്ക് വേറെ ഒരു ഉദ്ദേശവുമില്ല, എനിക്ക് അത് തന്നെ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് തരാം. അത് തരണമെങ്കിൽ ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ എന്നെ സപ്പോർട്ടാക്കണം, എന്നെ സഹായിക്കണം, നീ സുജൂദ് അധികരിപ്പിക്കൽ കൊണ്ട് എന്നെ നിന്റെ നഫ്സിൻ്റെ മേൽ നിനക്ക് വേണ്ടി എന്നെ സഹായിക്കണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? എടുത്തു തരാം, പക്ഷേ നിനക്ക് എടുത്തു തരണമെങ്കിൽ ഈമാനോടുകൂടി മരിക്കണ്ടേ. സുജൂദുകൾ, നിസ്കാരങ്ങൾ ധാരാളം അധികരിപ്പിക്കണോ, ഇബാദത്തുകൾ ധാരാളം അധികരിപ്പിച്ചാൽ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് പിരിഞ്ഞാൽ നിനക്ക് ഞാൻ സ്വർഗത്തിൽ ഉന്നത പദവി വാങ്ങിത്തരാം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഞങ്ങളൊന്നും ഇബാദത്ത് ചെയ്യാതെ, ഒരു നേരം നിസ്കരിക്കുന്നുമില്ല, ഒന്നും ചെയ്യാതെ വെറും ഇങ്ങനെ മൗലിദും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ നബി തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച ആ ഫർളായ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും, കൃത്യമായി ചെയ്യേണ്ടി വരും. അതോടൊപ്പം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച, നമ്മോട് കൽപ്പിച്ച ആ സുന്നത്തായ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്തിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ സുജൂദ് അധികരിപ്പിക്കൽ കൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതൊന്നും ചെയ്യാതെ ഒരു ഇബാദത്തും ഇല്ല, ഒരു ഫർളും ഇല്ല, ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇങ്ങനെ ശഫാഅത്ത് കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ അത് പ്രയാസമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റഹ്മത്തുൽ ലിൽ ആലമീനായ ലോകത്തിന് റഹ്മത്തായി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അടുക്കൽ ഖിദ്മത്തിന് വേണ്ടി വരുന്ന ആ സ്വഹാബത്തിന്, ആ സ്വഹാബിക്ക് സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. അള്ളാഹു നമുക്കെല്ലാം ആ നബി തങ്ങളെ കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടുത്തെ ശഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.